ഹലോ. അപ്പോൾ ദേ സോയാബീൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ. സോയാബീൻ ഇന്ന് നമ്മൾ പല രീതിയിൽ വയ്ക്കും അല്ലേ. അപ്പം നമ്മളിവിടെ കുറേ ടൈപ്പിൽ വയ്ക്കും. അതുകൂടാണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ സോയാബീൻ കൊണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സോയാബീൻ അതിന് മുമ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് കുതിർത്ത് അപ്പോൾ നല്ല സോഫ്റ്റ് ആവും. ആ സമയത്ത് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം അതിലോട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ഒന്ന് നമ്മൾ ഷാലോ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ആ സോയാബീൻ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്കും അത് കഴിക്കും, സോയാബീൻ ഇഷ്ടമില്ലാത്തവർക്കും അത് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ആക്കി ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു. പച്ചമുളകും കൂടി 2 പച്ചമുളക് കേട്ടോ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലോട്ട് 4 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ അടി പിടിച്ചിരിക്കുന്ന ഒരു കുറച്ച് സംഭവങ്ങളും കൂടി വിട്ട് പോരുട്ട് അതിൽ മിക്സ് ആയിക്കോളും. ഇവിടെ മല്ലിയും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഈ പരുവത്തിലാവുമ്പം നമുക്ക് ഒരു തക്കാളി 2 തക്കാളി ഞാൻ 2 പഴുത്ത തക്കാളി കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മീറ്റ് മസാല ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും പകുതി നാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുകിയൊരു പരിവാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ആ സമയത്ത് സോയാബീനിലോട്ട് എല്ലാ വെള്ളവും ഗ്രേവിയും ഒക്കെ നല്ലപോലെ പിടിച്ചുകൊണ്ട് സെറ്റായി നമ്മളുടെ കറി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഈ സോയാബീൻ കറി ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇത് പിന്നത്തെ ദിവസമാണ് ഞാൻ അന്നത്തെ ദിവസം പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നത്തെ ദിവസം ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചതാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ബായ്.